ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളുമായിട്ടാണ്. ഇന്നലെ നമ്മുടെ സാറ്റർഡേ എപ്പിസോഡ് ആയിരുന്നു, അതായത് ലാലേട്ടൻ നമ്മുടെ ഹൗസിലുള്ളവരെ കാണാൻ എത്തുന്ന എപ്പിസോഡ് ആയിരുന്നു. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു. ഹൗസിലുള്ളവരെ കാണുന്നതിന് മുന്നേ ലാലേട്ടൻ ഇന്നലെ ഹൗസ് കാണാനാണ് പോയത്. ഹൗസിന്റെ ഹൈജീനെ പറ്റിയായിരുന്നു ഇന്നലെ ആദ്യത്തെ ടോപ്പിക് ലാലേട്ടൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ലാലേട്ടൻ ഹൗസിനുള്ളിൽ എത്തുകയും കിച്ചൺ ആണെങ്കിലും ലിവിംഗ് റൂം ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും വാഷ്റൂം ആണെങ്കിലും ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈജീൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരുടെ അടുത്ത് കണ്ടസ്റ്റൻസിനെയൊക്കെ പുറത്താക്കിയിട്ടാണ് ലാലേട്ടൻ ഇത് ചെക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ലാലേട്ടൻ ചെന്ന സമയത്ത് ഉൾപ്പെടെ ഹൗസ് അല്പം വൃത്തിഹീനമായിട്ട് തന്നെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ലാലേട്ടൻ ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹൈജീനെ പറ്റി തന്നെയാണ് ആദ്യം ചോദിച്ചു തുടങ്ങിയത്. അതിൽ പലർക്കും പല പല അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ നമ്മുടെ ക്യാപ്റ്റൻ, ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റനായ ആദിന്റെ ഭാഗത്തു നിന്ന് വരെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്തി എടുത്തിട്ട് വാഷ്റൂം പോയി അവൻ താടി ഷേവ് ചെയ്യുന്നുണ്ടായിരുന്നു, ഷേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നത് കഴുകി കിച്ചണിൽ തന്നെ വെച്ചു. അപ്പൊ അതുപോലും വൃത്തിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ ആയിരുന്നില്ല ഇന്ന് ഈ ഒരാഴ്ച വീക്കിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് മാത്രമല്ല, ആര്യന്റെ ബാഡ്ജ് നഷ്ടമാകുകയുണ്ടായി. അത് നമ്മുടെ നെവിനാണ് എടുത്തത്. നെവിൻ രാവിലെ തന്നെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു ബാൻഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാവിന്റെ സൈഡിലായിട്ട് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ നമ്മുടെ ഹൗസ് കാണാൻ എത്തിയ സമയത്ത് ആ ബാൻഡ് എടുത്തോണ്ടാണ് പോയത്. ശേഷം ഫ്ലോറിൽ എത്തിയതിനു ശേഷം ഈ ബാൻഡ് പൊക്കി കാണിച്ചിട്ട് ആര്യന്റെ അടുത്ത് ചോദിച്ചു, ഇത് ആരുടെ ബാൻഡ് ആണെന്ന് ചോദിച്ചപ്പോൾ ആര്യന്റെ ആണെന്നും ഇനി ഈ ബാൻഡ് ആര്യന് മാത്രമല്ല ആ ഹൗസിൽ ആർക്കും സ്വന്തമല്ല എന്നുള്ള കാര്യം കൂടി ലാലേട്ടൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മുടെ ആര്യൻ അവിടെ നിന്ന് ഈ നെവിനായി എടുത്തെന്ന് നെവിൻ സമ്മതിച്ചു. അപ്പൊ ആര്യൻ അവിടെ നിന്ന് നെവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് സംസാരിക്കുന്ന സമയത്ത് മറ്റ് കണ്ടസ്റ്റൻസും അവനെ സപ്പോർട്ട് ചെയ്യുന്നായിരുന്നു അവൻ വിചാരിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ മറ്റ് കണ്ടസ്റ്റൻസ് അപ്പൊ ചോദിച്ചത്, നീ എന്നിട്ട് ഇന്ന് രാവിലെ അത് തപ്പിയോ, അത് എവിടെയെന്ന് നീ നോക്കിയ പോലും ഇല്ലല്ലോ, അപ്പൊ അത് നിന്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ ആര്യനെ കുറ്റപ്പെടുത്തി ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ബിഗ് ബോസ് വന്നിട്ട് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അക്ബറിനോടായിരുന്നു. അതായത് അക്ബറിന് ഇന്നലെ ഭയങ്കരമായ രീതിയിൽ ലാലേട്ടൻ ചൂടാകുകയും അക്ബർ ആ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന വീഡിയോസ് ഒക്കെ മറ്റ് കണ്ടസ്റ്റൻസിനെയും എല്ലാവരെയും കാണിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും അക്ബറിന്റെ അമ്മ വിളിച്ചിട്ട് ഇനി ഇത്ര ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ആയി, വീട്ടിലുള്ള പോലെ അല്ലല്ലോ അക്ബർ എന്നൊക്കെ സംസാരിച്ചു. അപ്പോഴത്തേക്കും അക്ബർ വളരെയധികം ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അക്ബറിന് മാത്രമല്ല വാണിംഗ് കിട്ടിയത്, ഒനീലിനും ഷാനവാസിനും ഒനീലിനും അഭിലാഷിനും അതേപോലെ ആരിനും വാണിംഗ് കിട്ടി. ഒനീലും അഭിലാഷും ലാംഗ്വേജ് കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളതും നമ്മുടെ അഭിലാഷിനെ ആര്യൻ ചെരിപ്പൂരി എറിഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ 3 പേരെയും നല്ല പോലെ നമ്മുടെ ലാലേട്ടൻ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, പുറത്തുള്ള പ്രേക്ഷകരുടെ ഒപ്പീനിയൻ ആ വീഡിയോ ആക്കി തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കാണിക്കുകയുണ്ടായി. അപ്പൊ ഇവരുടെ ഈ പെരുമാറ്റത്തിലൊക്കെ കണ്ടസ്റ്റൻസ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിലുള്ള വീഡിയോസും അവരെ കാണിച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ എന്താ പറയാ, പണിപ്പുര ടാസ്കിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വീക്കിലെ പണിപ്പുര ടാസ്കിൽ 2-3 ടാസ്ക് ഒക്കെ അവർ വളരെ ഭംഗിയായിട്ട് കളിച്ചു. എന്നാൽ ആദില നൂറിനെ സെലക്ട് ചെയ്ത് വിട്ട സമയത്ത് ഫാമിലിനെ പറ്റി ചോദിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അത് ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ട് പോയിന്റ്സ് നഷ്ടമാക്കി. അപ്പൊ ലാലേട്ടൻ പറയുകയുണ്ടായി, ഫാമിലി വീക്ക് എന്നാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കായിരുന്നു. അത് ഏകദേശം ലാസ്റ്റ് വീക്കോടെ അടുപ്പിച്ചായിരിക്കും നടക്കുക. അപ്പൊ എത്ര കണ്ടസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾ ഈ സെലക്ട് ചെയ്ത 3 പേരുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നിട്ട് പോലും നിങ്ങൾ ആ ഫാമിലി വരണമെന്ന് ആഗ്രഹിച്ച് ആ പോയിന്റ്സ് നഷ്ടമാക്കി കളഞ്ഞു. പിന്നീട് വരികയാണെങ്കിൽ തല മൊട്ടയടിക്കണം എന്ന് പറഞ്ഞ് ജിസയിലും ആര്യനും തമ്മിൽ ആര്യൻ അവിടെ വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തു. അതും ലാലേട്ടൻ അവിടെ ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജിസയില് തല മുണ്ടനം ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ അത് സമ്മതിച്ച് ആ ഒരു ബോക്സ് തുറക്കുകയായിരുന്നെങ്കിൽ അതിന്റെ ഉള്ളിൽ വേറൊരു കാർഡായിരുന്നു. ആ കാർഡിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങളെ ധൈര്യം ബിഗ് ബോസ് അംഗീകരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ ടാസ്ക് വിജയിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടിയിരിക്കുന്നു എന്നായിരുന്നു അതിന്റെ മെസ്സേജ്. അതായത് തല മുണ്ടനം ചെയ്യണം എന്നില്ല, അവരുടെ മൈൻഡ് ചെക്ക് ചെയ്യായിരുന്നു ആ ഗെയിമിലൂടെ ഒരു ബിഗ് ബോസ്. അപ്പൊ ആ ഗെയിം ഏറ്റവും നന്നായി കളിച്ചത് അനീഷാണ്. ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞതില് അനീഷ് ആ ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം അപ്പോൾ മുതൽ തന്നെ മിണ്ടാതിരിക്കുകയുണ്ടായി. അപ്പൊ അതിന് അനീഷിനെ കൺഗ്രാചുലേറ്റ് ചെയ്തു. ശരിക്കും അനീഷ് മിണ്ടാതിരുന്നതിന്റെ പേരിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് ഇൻക്ലൂഡിങ് അക്ബർ തലവണയൊക്കെ വലിച്ചെറിയുന്ന ഒരു സീൻ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കെല്ലാം ഒരു തിരിച്ചടി എന്ന പോലെ തന്നെ ലാലേട്ടൻ നമ്മുടെ അനീഷിനെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കലാഭവൻ സരികയുടെയും KB യുടെയും ഇഷ്യൂ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോട്ട് സീറ്റിൽ പോയിട്ടിരുന്ന ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ലാലേട്ടൻ ചോദിച്ചു, ഹോട്ട് സീറ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഹോട്ട് സീറ്റിൽ ആങ്കർ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ ലാലേട്ടനും സംസാരിക്കുകയുണ്ടായി. അപ്പൊ ആ ഇഷ്യൂ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ നമ്മുടെ ഒരു എവിക്ഷൻ ഉണ്ടായിരുന്നു. സാറ്റർഡേ എപ്പിസോഡിൽ ഫസ്റ്റ് എവിക്ഷൻ ഇന്നലെ പോയിട്ടുള്ളത് നമ്മുടെ കലാഭവൻ സരികയാണ്. സരിക നമ്മുടെ ഷോറൂമിൽ പോയി ഒരു ടാസ്ക് ലെറ്റർ ഇറക്കാൻ വേണ്ടി വിട്ടാണ്, പക്ഷെ തിരിച്ചു വന്നിട്ടില്ല. അതുവഴി ലാലേട്ടൻ്റെ അടുത്ത് ചെല്ലുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ കലാഭവൻ സരികയാണ് ഔട്ടായത്. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു ഇന്നലെ സംഭവിച്ചത്. ഇനി ബാക്കി ആർക്കൊക്കെ വാണിംഗ് കിട്ടും, ആർക്കൊക്കെ കൺഗ്രാചുലേഷൻസ് കിട്ടും എന്നുള്ളതെല്ലാം നമ്മൾ സൺഡേ എപ്പിസോഡിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോടൊപ്പം ഇന്നാരെങ്കിലും ഔട്ടായി പോകുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം ലാസ്റ്റ് സൺഡേ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സൺഡേ തീർച്ചയായിട്ടും എവിക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ആരാണ് പുറത്ത് പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യണം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.